നമസ്കാരം. ഓൺ ദ സ്റ്റേജിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് കേരളത്തിലെ പ്രൊഫഷണൽ കലാരംഗത്ത് കാക്കാരിശ്ശി നാടകം എന്ന ജനകീയ കലാരൂപത്തെ ഏറ്റവും വലിയ രീതിയിൽ പ്രചരിപ്പിച്ച, ഇപ്പോഴും അത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ഒരു പ്രതിഭയോടൊപ്പമാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ പരപ്പിൽ കറുമ്പൻ മാഷിനെ. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഏതാണ്ട് അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 52ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഈ 52 വർഷം കാക്കാരിശ്ശി നാടകം പോലൊരു നാടൻ കലാരൂപത്തോടൊപ്പം യാത്ര ചെയ്തു. ശരിക്കും ഈ കാക്കാരിശ്ശി നാടകം ഇപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയിലടക്കം ഉണ്ട്. ഈ കാക്കാരിശ്ശി നാടകത്തിൻ്റെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രം എന്താണ്? അതായത് പണ്ട് അടിയാള ഉടയാള വർഗം നിലനിന്ന കാലം, അതായത് മനുഷ്യനെ അവർണരെന്നും സവർണരെന്നും രണ്ട് തട്ടിൽ നിർത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഈ താഴ്ന്ന സമുദായക്കാർക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്നു. അവർക്ക് പള്ളിക്കൂടത്തിൽ പോകാനോ പഠിക്കാനോ അമ്പലത്തിൽ പോകാനോ ആരാധന നടത്താനോ അതുപോലെ തന്നെ അവർക്ക് ഇങ്ങേറ്റം മാനം മറയ്ക്കാനോ മാറുമറയ്ക്കാനോ ഒന്നിനും അവകാശമില്ലായിരുന്നു. അങ്ങനെ അവകാശം നിഷേധിച്ചിരുന്ന കാലം. അന്ന് ഈ തമ്പുരാക്കന്മാരുടെ, അതായത് ഈ സവർണരുടെ പറമ്പിലും പാടത്തിലും പണിയെടുക്കണം. അവർ പറയുന്ന പണി ചെയ്തില്ലെങ്കിൽ അവരെ മുക്കാലി കെട്ടിട്ട് അടിക്കും. അതുപോലെ കൂലി ചോദിക്കാൻ പാടില്ല, തിരുവായ്ക്ക് എതിർവായില്ല. കൂലി ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നാപരിയും. അങ്ങനെയുള്ളൊരു കാലം. അന്ന് ഇത് കണ്ടുകൊണ്ട് ഏതോ രംഗബോധമുള്ള ഒരു പ്രതിഭാധനൻ രൂപകൽപ്പന ചെയ്തതാണ് കാക്കാരിശ്ശി നാടകം. ഈ കാക്കാരിശ്ശി നാടകത്തിൻ്റെ പിന്നിൽ ഇപ്പോൾ ശൈവപുരാണവുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു പുരാണമായി ബന്ധപ്പെട്ട ഒരു മിത്തോളജിക്കോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? കാക്കാരിശ്ശി നാടകം എന്ന പുരാണ കഥയാണ്. അതിലൊരു ഐതിഹ്യമുണ്ട്. അതായത് ഈ ദുഷ്ടന്മാർ, അതായത് സാർണന്മാർ പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന കണ്ടുകൊണ്ട് നാരദ മഹർഷി ഈ ഭൂലോകത്തെ വിശേഷങ്ങൾ കൈലാസത്തിൽ ചെന്ന് ശിവനോടും മഹാദേവനോടും പാർവതിയോടും പറയുന്നതാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും ഭൂലോകത്തെ വിശേഷങ്ങൾ എന്താണ്. അപ്പോൾ പാട്ടിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നാരദൻ ഭൂലോകത്തെ വിശേഷങ്ങൾ പറയും. അപ്പോൾ പരമേശ്വരൻ ചോദിക്കും, ഇതിന് ഞങ്ങൾ എന്താണ് വേണ്ടത്? അപ്പോൾ പറയും, അവിടുന്ന് കാക്കാർവലും കൈക്കൊണ്ട് ഭൂലോകം ചുറ്റി സഞ്ചരിച്ച് അവിടെ നടക്കുന്ന കൊള്ളയും കൊലയും നേരിൽ കാണണം. കള്ളന്മാരെയും ദുഷ്ടന്മാരെയും അമർച്ചവതി ലോകത്തെ രക്ഷിക്കാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ മഹാദേവൻ പറയുന്നു, ഞങ്ങൾ ഇരുവരും മാത്രമല്ല, ഒപ്പം ഗംഗാദേവി ഉണ്ടാവും. അങ്ങനെ ശ്രീ പരമേശ്വരൻ കാക്കാലിനായും പാർവതി ഗംഗമാർ കാക്കാത്തിമാരുമായി ഭൂമിയിൽ അവതരിച്ച് കുടിൽ തൊട്ട് കൊട്ടാരം വരെ കയറിറങ്ങി നല്ല ആൾക്കാരെ, അതായത് ഈ താഴ്ന്ന സമുദായക്കാരെ രക്ഷിക്കുകയും മറ്റേ സാരണന്മാരെ ശിക്ഷിക്കുന്നതുമാണ് ഇതിൻ്റെ ഇതിവൃത്തം. ഓക്കെ. അപ്പോൾ മാഷ് ഇപ്പോൾ ഇതിലേക്ക് വന്നിട്ട് നമ്മൾ പറഞ്ഞു അരനൂറ്റാണ്ടായി എന്ന് പറഞ്ഞു. ശരിക്കും ഇതൊരു പാരമ്പര്യമായി പകർന്നു കിട്ടിയതാണോ അതോ അല്ലാതെ മാഷിൻ്റെ ഒരു ഏതൊക്കെയോ തരത്തിലുള്ള താല്പര്യപ്രകാരം ഇത് പഠിച്ചതാണോ? ഇത് പാരമ്പര്യ കലയാണ്. പക്ഷേ ഞാൻ പഠിച്ചത്, എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയ്ക്കൊന്നും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ എന്നെ പഠിപ്പിച്ചത് ഇന്ന് ജീവിച്ചിരിക്കുന്ന 98 വയസ്സ് പ്രായമുള്ള ശ്രീമാൻ പാണയം ശേഖരൻ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അത് പഠിക്കാനുള്ള അന്ന് എൻ്റെ ചെറുപ്പകാലമാണ്, ഒരു 19 വയസ്സ് പ്രായമാണ്. അപ്പോൾ റോഡിൽ കൂടി ഒരാൾ, ദാമോദരൻ എന്ന് പറയുന്ന ഒരാൾ ഓടക്കൊള്ളും വായിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവിടെ മുളമൂട് ജംഗ്ഷനിൽ വന്ന് വേലായുധൻ എന്ന് പറയുന്ന ആളുടെ കടയിൽ ഇരുന്ന് ഇത് വായിച്ചു. അദ്ദേഹം ശല്യം കൊണ്ട് പറഞ്ഞു, ഇത് ചെവി കേട്ടതെന്ന് പറഞ്ഞ് വിരട്ടി. അപ്പോൾ എടാ വേലായുധ, ഇത് ഞാൻ പാടിയ പാട്ട് എന്താണെന്ന് നിനക്കറിയാമോ? അപ്പോൾ അറിയില്ല, ഇത് കാക്കാരിശ്ശിയുടെ പാട്ടാണ്. അപ്പോൾ നിനക്ക് കാക്കാരിശ്ശിയുടെ അറിയാമോ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിനക്ക് പഠിക്കണോ? പഠിക്കണം. അങ്ങനെ ഇദ്ദേഹം പോയിട്ട് പിറ്റേ ദിവസം നമ്മുടെ ശേഖരനാശാനായിട്ട് വന്നു. വരുമ്പോൾ അവിടെ നമ്മുടെ ഈ നാട്ടിലൊരു അറിയപ്പെടുന്നൊരു കലാകാരൻ ശിവപ്രസാദ് സാർ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് NC വൈദ്യൻ. അപ്പോൾ പ്രസാദ് സാർ പറഞ്ഞു, ഇത് നല്ല കലാരൂപമാണ്, നമുക്ക് തുടങ്ങാം. അങ്ങനെ തുടങ്ങുകയും ഞാൻ അതിൽ ഉൾപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ തുടക്കം കാൽവെക്കുന്ന അവിടെയാണ്. അപ്പം ആദ്യമൊക്കെ ഞാൻ അന്ന്
സ്ത്രീ വേഷമാണ് എടുത്തുകൊണ്ടിരുന്നത്. കാക്കാന്റെ വേഷമാണ് പ്രധാനപ്പെട്ട വേഷം, അതായത് വരവാക്കാൻ. അപ്പോൾ അതിന് എല്ലാവരും മത്സരമായിരുന്നു. അവസാനം ഇതിന്റെ അധ്വാനം കൊണ്ട് എല്ലാവരും മതിയാക്കുകയും അവസാനം സ്ത്രീ വേഷം എടുത്തുകൊണ്ട് ഞാൻ തന്നെ ഈ വേഷം എടുക്കുകയും ചെയ്തു. അത് 10 മാസത്തെ അഭ്യസനം കൊണ്ടാണ് പൂർത്തിയായത്. 10-ാം മാസം അരങ്ങേറ്റം കഴിയുമ്പോൾ ഭയങ്കരമായൊരു അഭിപ്രായമായിരുന്നു ഈ കാക്കാന്റെ വേഷത്തെ പറ്റി. ആ അഭിപ്രായമാണ് ഇന്നും നിലനിൽക്കുന്നത്. ഒരു കാരണം എന്ന് വെച്ചാൽ ഇതൊരു പ്രത്യേകതരം ചിട്ടവട്ടങ്ങളോടുകൂടി തയ്യാറാക്കപ്പെടുന്ന ഒരു സമ്പ്രദായിക ശൈലിയിലുള്ള ഒരു കലാരൂപമാണ് കാക്കാരിശ്ശി നാടകം. അതായത് മറ്റ് കലാരൂപങ്ങളുമായിട്ട് വ്യത്യസ്തതയുണ്ട്. കാരണം ഇത് മനുഷ്യന്റെ ജീവിതമായിട്ട് വളരെ ബന്ധമുണ്ട്. പച്ചയായ ജീവിത ബന്ധമുള്ള ഒരു കലാരൂപമാണിത്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇത് കൂടുതൽ സ്വീകരിക്കുന്നത്. മാത്രമല്ല നല്ല ഇമ്പമൂറുന്ന നാടൻ പാട്ടുകൾ, നല്ല താളനിബദ്ധമായ ചടുല നൃത്തങ്ങൾ, അരങ്ങിളക്കുന്ന കലാശം ചവിട്ടുകൾ എന്ന് വേണ്ട നൃത്തം, സംഗീതം, അഭിനയം എന്നിവ ചേരുകൊണ്ട് ചേതോഹരമാണ് ഈ കലാരൂപം. സ്വാഭാവികമായും ഒരുപക്ഷെ നമ്മളൊരു പാരലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ആയോധന കലകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നന്നായി മെയ്വഴക്കം വേണ്ടുന്ന ഒരു കലാപ്രകടനം കൂടിയാണ്. നല്ല രീതിയിൽ അധ്വാനമുണ്ട്. എല്ലാ കഥാപാത്രവും നല്ല അധ്വാനമുണ്ട്. വിശേഷിച്ച് ഇതിന്റെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്ന വരവാക്കാനാണ്. അപ്പൊ ആ വരവാക്കാൻ വരുന്നത് തന്നെ സദസ്സിന്റെ മധ്യത്തിലൂടെയാണ് വരുന്നത്. അപ്പൊ അദ്ദേഹം തെണ്ടാൻ പോയി. അപ്പൊ അവര് ഈ മനുഷ്യകുലത്തിൽ അവതരിച്ച് വീട് തോറും അവര് തെണ്ടാനും അതുപോലെ ലാട ചികിത്സ, മരുന്ന് കച്ചവടം, ഇങ്ങനെ പല വേഷത്തിലാണ് ഇവര് ഓരോ വീട്ടിലും ചെന്ന് ഓരോരുത്തരെ പരിശോധിക്കുന്നത്. അപ്പോൾ പോയിട്ട് 6-7 ദിവസമായി കാണുന്നില്ല. അങ്ങനെ കാക്കാത്തിമാര് നോക്കുമ്പോൾ അദ്ദേഹം വരുന്നത് തന്നെ ഒരു പ്രത്യേക വേഷമാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് കറുപ്പാണ് അടിച്ചിരിക്കുന്നത്, കറുത്ത ചായം. അപ്പൊ എന്തിനെന്ന് വെച്ചാൽ കറുപ്പ് ഓരോ നിറത്തിനും ഓരോ അർത്ഥമുണ്ട്. കറുപ്പ് ദുഃഖത്തെ കാണിക്കുക, ചുവപ്പ് അപകടത്തെ കാണിക്കുക, നീല സംസ്കാരത്തെ കാണിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്ത് കറുപ്പാണ് തേച്ചിരിക്കുന്നത്, ചായമാണ് തേച്ചിരിക്കുന്നത്. അത് മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ ദുഃഖമാണ് ആ കറുപ്പിനെ സൂചിപ്പിക്കുന്നത്. അതിന് വെള്ളപ്പുള്ളിയാണ് കുത്തിയത്, ചുട്ടി കുത്തിയ വെള്ളപ്പുള്ളിയാണ്. അപ്പൊ അതിന് സമാധാനത്തെ, സത്യത്തെയാണ് അത് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ തോളിലൊരു മാറാപ്പുണ്ട്, പാണ്ടക്കെട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ജീവിത ഭാരമാണ്. കയ്യിലൊരു കത്തിയേരുന്ന തീപ്പന്തമുണ്ട്, അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ കത്തിയേരുന്ന ജീവിത വൈഷമ്യങ്ങളാണ്. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. അത് നല്ല ചടുല നിർത്ത ചുവടുകൾ വന്നിട്ട് അത് നമ്മുടെ ഈ കാണുന്ന പ്രേക്ഷകർക്ക് കൂടി അതിന്റെ ഒരു അല്പഭാഗം നമുക്ക് കാണാം. കണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം.
കാക്കാന്റെ വിഷ്വൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ചിലപ്പോ ഈ വരവ് കാക്കാൻ വരുന്ന സമയത്ത് ഈ പൊലിവ് കൊടുക്കുന്ന സമ്പ്രദായം അതൊക്കെ ഇന്നും ശരിക്കും തുടരുന്നുണ്ടോ? ഇന്നും തുടരുന്നുണ്ട്. പക്ഷേ തെക്കൻ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കലാരൂപമാണ്. അതിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ഉണ്ട്. അപ്പൊ അത് വടക്കോട്ടില്ല. വടക്കോട്ട് അവർക്ക് അറിയില്ല പൂല് കൊടുക്കുന്നത്. എങ്കിലും നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ അനുസരിച്ച് അവർ പുലു തരുന്നുണ്ട്. ആ പുലു അന്നും ഇന്നും തരുന്നുണ്ട്. ഇത് ശരി. ഓക്കെ, ഇപ്പൊ നമ്മള് വരവ് കാക്കാൻ കഴിഞ്ഞു. അതെ, ശരിക്കും ഈ കാക്കാരിശി നാടകത്തിന്റെ ഉത്ഭവത്തിന് ഏതെങ്കിലും പ്രദേശവുമായി ബന്ധമോ അങ്ങനെ എവിടെ നിന്ന് ഉത്ഭവിച്ചെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ചരിത്രം? ഉണ്ട് ഉണ്ട് ഉണ്ട്. അതായത് ഈ കാക്കാരിശി നാടക ഉത്ഭവം എന്ന് പറയുന്നത് നമ്മളെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടിന് തെക്ക് നെയ്യാറ്റിങ്കര ഈ ഭാഗത്തായിട്ടാണ് ഇതിന്റെ ഉത്ഭവം എന്ന് പറയാൻ കാരണം ഇതിന്റെ സംഭാഷണങ്ങളും പാട്ടുകളും എല്ലാം ഈ സ്ഥലമായിട്ട് ബന്ധമുണ്ട്. കാരണം ഓരോ ജില്ലയിലെ സംസാര രീതിയും ഓരോ രീതിയാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലെ അല്ല എറണാകുളത്തുള്ളവർ സംസാരിക്കുന്നത്. അപ്പൊ ഇതില് സംസാരം എന്ന് പറയുമ്പം തമിഴും മലയാളം കൂടി ചേർന്നാണ് വരുന്നത്. അപ്പൊ അതുള്ളത് ഈ നെയ്യാറ്റിങ്കര ആ ഭാഗം തെക്കായിട്ടുള്ള ഭാഗം. അപ്പൊ ഇതില് മാത്രമല്ല ഇതിന്റെ പാട്ടുകളും അതുപോലെയാണ്. ആ പ്രദേശങ്ങളുമായിട്ട് ബന്ധമുള്ള പാട്ടുകളാണ്. ഇപ്പൊ തന്നെ നാടുവാഴി അല്ലെ തമ്പുരാൻ ഇതിലെ കാക്കാത്തി, അതായത് മായം കുറത്തിയോട് ചോദിക്കും, ഏയ് നിങ്ങളുടെ നാടേതാണ്? പച്ചമല്ല പവിഴമലൈ ഞങ്ങളുടെ നാട് സ്വാമി, ഞങ്ങളുടെ നാട് കൊച്ചുമല്ല കുടകുമല ഞങ്ങളുടെ നാട് എന്ന് പറയുന്നു. അപ്പൊ ഈ പച്ചമല എന്ന് പറയുമ്പോൾ നമ്മൾ നെടുമങ്ങാട് ബസ്സുണ്ട് അവിടത്തേക്ക്. അത് അവിടുത്തെ ബസ്സുണ്ട്. അപ്പൊ ഈ സ്ഥലങ്ങളാണ് ഈ ഇതില് പ്രതിപാദിക്കുന്നത്, ആ സ്ഥലം. അപ്പോൾ അത് മാത്രമല്ല സംഭാഷണ ശൈലി അവിടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ആ പ്രദേശത്താണ് ഇതിന്റെ ഉത്ഭവം എന്ന് അനുമാനിക്കേണ്ടി വരും. മാത്രമല്ല ഇവര് പറയുന്നു പാണ്ഡ്യ നാട്ടിലാണ് ജനിച്ചത്, ക്ഷാമകാലമായതിനാൽ നാട് വിട്ടു പോന്നു, കേമമാകും സ്വാമിയുടെ ഈ സ്ഥലത്ത് വന്നു. അപ്പൊ പാണ്ഡ്യനാടെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്താണ് തമിഴ്നാട്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ വന്നു എന്നും ഇവിടെ വന്ന് നമ്മൾ കേമമാകും സ്വാമിയുടെ ഈ സ്ഥലത്ത് വന്നു. കാരണം അവിടെ ദാരിദ്ര്യമായതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വന്നത് എന്ന് തന്നെ ഇതിൽ പറയുന്നു. അപ്പൊ ഈ കാക്കാർ സമുദായക്കാർ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലുള്ള അവർ പാണ്ഡ്യനാട്ടിൽ ഇങ്ങോട്ട് വന്നവരാണ്. അപ്പൊ അതിലെ ഈ പ്രദേശമായിട്ട് ഏറെ ബന്ധം സംഭാഷണത്തിലെല്ലാം. സംഭാഷണം തന്നെ നമ്മൾ പറയാ, ഇപ്പോൾ തമ്പുരാൻ ചോദിക്കും, എടോ കാക്കാര് താനിപ്പോൾ എവിടെ നിന്ന്? കാക്കാര് അങ്ങ് അച്ചത്തിന് ഓടിച്ചോ പൊടി പൊടിച്ചോ ഇനി പോകുന്ന ചെല്ല ഭഗവാനെ. ആ നീട്ടിയുള്ള സംഭാഷണമാണ്. അപ്പൊ എങ്ങാട്ട് പോണ്, എപ്പോ വന്നു, ഇങ്ങനെയുള്ള ഏറ്റവും തെക്കൻ നീട്ടിയുള്ള സംഭാഷണമായ ഭാഷാശൈലി. അതുകൊണ്ട് തന്നെയാണ് ഇതിവിടെയാണെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കേണ്ടത്. ഇപ്പോ ഇതൊരു നാടൻ കലയാണ് അല്ലെങ്കിൽ നാടോടി കലയാണ്. അപ്പോൾ ഈ നാടൻ കലകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഫോക്ലോർ അക്കാദമി പോലുള്ള ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളിൽ നിന്ന് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ എന്തെങ്കിലും ലഭിക്കാറുണ്ടോ? സാമ്പത്തിക സഹായം സമിതിക്ക് ലഭിക്കുന്നില്ല. അതേസമയം അംഗീകാരങ്ങൾ കൊടുക്കുന്നുണ്ട്, എങ്കിലും അത് അപൂർവമായിട്ടേ ഉള്ളൂ. കാരണം ഫോക്ലോർ അക്കാദമി പ്രവർത്തിക്കുന്നത് കണ്ണൂരാണ്. പക്ഷെ അവര് കൂടുതൽ പ്രാധാന്യം കണ്ണൂരുള്ളവർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോ തന്നെ അവാർഡ്, എനിക്ക് ഫോക്ലോർ അക്കാദമി അവാർഡ് മേടിക്കാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലുള്ള അപൂർവം പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും അവിടെ ഉള്ളവരാ എല്ലാം മേടിക്കും. ഒരുപക്ഷെ അതിൽ അവരിലേക്ക് നേരത്തെ തന്നെ ഇതിന്റെ ഒരു പ്രചാരം എത്താത്തത് കൂടി കണ്ടാളാം. അവർക്ക് ഇതിനെപ്പറ്റി അറിവില്ല. ഇതൊരു ചരിത്രമോ ഐതിഹ്യമോ, അതൊരു മഹത്തായ കലയാണ്. അതുമല്ല മറ്റു കലാരൂപത്തിന്റെ ഒരു മുത്തച്ഛനാണിത്. കാരണം ഇതിന് ശേഷമാണ് ഈ നാടകങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിനുള്ള പല ഉദാഹരണങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ അത് ഫോക്ലോർ അക്കാദമിയുടെ ഒരു സെക്ഷൻ ഇങ്ങോട്ട് കൂടെ ഒരു ഓഫീസ് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ തെക്കോട്ട് കിടക്കുന്ന നാടൻ കലാകാരന്മാർക്ക് വളരെ ഇത് കാക്കാശ്ശേരി മാത്രമല്ല ധാരാളം നാടൻ കലകൾ ഇവിടെ ഉണ്ട്, നാടൻ കലാകാരന്മാരുണ്ട്, അവർക്കൂടെ ഗുണം ലഭിച്ചേനെ. ഇപ്പൊ തോറ്റമ്പാട്ട് ഉൾപ്പെടെ ധാരാളം ഉണ്ട്. ഇപ്പോ ഇത് അവതരിപ്പിക്കപ്പെടുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി കൊല്ലം ആലപ്പുഴ ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് ഇത് അവതരിപ്പിക്കുന്നില്ല, അപൂർവമായിട്ടേ ഉള്ളൂ. കൂടുതലും ഞങ്ങൾ കളിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ്. അപൂർവമായിട്ട് മാത്രമേ പാലക്കാട് അങ്ങോട്ട് പോകുന്നുള്ളൂ. പക്ഷെ അവര് ഭംഗിയായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അവർക്കിതൊരു പുതുമയുള്ള അനുഭവമാണ്. അവിടെ കളിക്കുന്നിടത്ത് നല്ല അഭിപ്രായമാണ്. പാലക്കാട് അവർക്ക് പൊറാട്ട് നാടകം, അവരുടെ തദ്ദേശീയമായ പൊറാട്ട് നാടകം, അല്ലെങ്കിൽ കാസർഗോഡേക്ക് ചെല്ലുമ്പോൾ അവിടെ യക്ഷഗാനം, ചവിട്ട് നാടകം അങ്ങനെയൊക്കെ ഉണ്ട്, അവരുടെ തദ്ദേശീയമായ കല. അതുപോലെ ശരിക്കും നമുക്ക് തിരുവനന്തപുരത്തിന് അഭിമാനിക്കാവുന്ന ഒരു പൂർണ്ണമായ കലാരൂപമാണ് കാക്കാശ്ശേരി നാടകം. അത് മാത്രമല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ കാക്കാശ്ശേരി നാടകത്തിന്റെ മുത്തച്ഛൻ എന്ന് പറയുമ്പോൾ ഈ കാക്കാശ്ശേരി നാടകം അവതരിപ്പിക്കുന്ന സമയത്ത്
സ്റ്റേജ് തന്നെ കിട്ടുന്നത് ഇവർ തന്നെയാണ്. ഓ ഓ ഓ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മുത്തച്ഛൻ എന്ന് പറയാൻ കാരണം ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്തു. എൻ്റെ ആശാനോട് ആയിരിക്കും ചിലപ്പോൾ അന്ന് പ്രോഗ്രാം കളിപ്പിക്കാൻ ആശാനോട് പറയും, ശേഖരൻ ആശാനെ ഇന്ന സ്ഥലത്ത് വന്നൊരു കളി കളിക്കണം എന്ന് പറയാം. അന്ന് കളിക്കുന്ന സ്ഥലം തന്നെ തമ്പുരാക്കന്മാരുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ കൊടുതിക്കളങ്ങളിലാണ്. അല്ല ഇന്നത്തെ പോലെ ഉത്സവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ തമ്പുരാക്കന്മാരുടെ വീട്ടിലെ ഒരു പ്രധാന ദിവസം ചിലപ്പോൾ കുട്ടിയുടെ ഒരു ബർത്ത്ഡേ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷ ദിവസം വരുമ്പോഴാണ് കളിക്കാൻ പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം കൂടി അവിടെ ചെന്ന് തുച്ഛമായ പൈസയാണ് പറയുന്നത്. അവിടെ ചെന്നിട്ട് അവർക്ക് സ്റ്റേജ് കെട്ടാനുള്ള കമ്പും തടിയും പോലെയൊക്കെ അവർ കൊടുക്കും. ഇവർ തന്നെയാണ് കിട്ടുന്നത്. എന്നിട്ട് ഭക്ഷണം പാകാനുള്ള പച്ചയായ സാധനം കൊടുക്കും. ഇവർ തന്നെയാണ് വേവിച്ച് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അന്ന് അവതരിപ്പിക്കുന്ന തന്നെ സ്റ്റേജ് കെട്ടിട്ട് അതിൽ ഫ്രണ്ടിൽ കട്ടണമൊന്നുമില്ല. അതിൽ പിന്നിൽ നല്ല വൃത്തിയുള്ള നമുക്ക് 2 കൈലി എടുത്ത് കിട്ടും. എന്നിട്ട് അതിന്റെ മുന്നിലാണ് പിന്നണിക്കാരിരുന്ന് പിന്നണിക്കാരിയിരിക്കുന്നത്. പിന്നണിയോട് കൂടിയാണ് അന്നത്തെ പോലെ റെക്കോർഡിംഗ് ഇല്ല, പിന്നണി കൂടിയാണ്. അപ്പൊ അത് മാത്രമല്ല ഈ കലാരൂപത്തിന് ഒരു പ്രത്യേകതയുള്ളത്, ഒരു കഥാപാത്രം വരുമ്പോൾ അദ്ദേഹം പാടിക്കൊണ്ടാണ് വരുന്നത്. തിരിച്ചു പോകുമ്പോഴും പാടിക്കൊണ്ടാ പോകുന്നത്. അവര് വേദിയിൽ പാടണം. പണ്ട് നാടകത്തിലൊക്കെ KPC സുലോചനൊക്കെ പാടിയതുപോലെ അവര് അതിനെ വരവ് പാട്ടും പോക്ക് പാട്ടും എന്നാണ് പറയുന്നത്. ഒരു കഥാപാത്രം വരുമ്പോൾ പാടിക്കൊണ്ടുവരും, പോകുമ്പോൾ. ഇപ്പൊ തന്നെ അതിന്റെ തുടക്കം എന്നുള്ളത് സഭാവന്ദനമാണ്. ആദ്യം വന്നിട്ട് 2 കുട്ടികളെ സദസ്സിനെ വന്ദിച്ചുകൊണ്ട് പാടുന്നു. ആലസിംഹനെ ആലമുണ്ടോരോരനെ നീലകണ്ഠനെ നിത്യം സരഹുവനെ ഇങ്ങനെ പാടി ആ സദസ്സിനെ വന്നിച്ചിട്ട് പോവുക. പിന്നെ ഇതിൻ്റെ കഥകൾ പറയാനും മറ്റൊരു വിദൂഷകൻ എന്നൊരു കഥാപാത്രം വരുന്നുണ്ട്. അദ്ദേഹം വരുമ്പോഴും പാടിക്കൊണ്ടാണ് വരുന്നത്. ആ പാട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരക്ഷരം കൊണ്ടായിരിക്കും പാടുന്നത്. ലാ 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 ലാ. ഈ ഇതുപോലെ പാടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം പോകുന്നത് ഒരു കോമഡി കഥാപാത്രം കൂടിയായി. എന്നിട്ടാണ് കഥ ആരംഭിക്കുക. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അന്ന് കട്ടണമൊന്നുമില്ല. അപ്പോൾ നാടകങ്ങളൊന്നും കളിക്കുമ്പോൾ കട്ടൻ കെട്ടിയാണ് കളിക്കുന്നത്. അപ്പൊ അതിനു മുമ്പേ ഈ കലാരൂപം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ചുകൂടി വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. നമസ്കാരം.